നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അച്ഛാ എന്താ ധനുഷിന്റെ ഭാവി പരിപാടി? സ്നേഹ അതേക്കുറിച്ച് മോളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഏതോ സുഹൃത്തുമായിട്ട് ചേർന്ന് ഒരു കോഫി ഷോപ്പ് തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ടെന്ന് സ്നേഹ പറഞ്ഞു. അവന് പണത്തിന്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മോളെ? കോഫി ഷോപ്പ് തുടങ്ങുന്നതിന് സച്ചേട്ടൻ കുറച്ച് പണം കൊടുത്ത് സഹായിക്കാന്ന് പറഞ്ഞതാ. പക്ഷേ ധനുഷ് അത് വേണ്ടാന്ന് പറഞ്ഞു. സ്വന്തം അധ്വാനം കൊണ്ട് പണം ഉണ്ടാക്കണമെന്നായിരിക്കും ധനുഷിന്റെ ആഗ്രഹം. അവൻ നമ്മൾ വിചാരിച്ചത്ര കുഴപ്പക്കാരനല്ല അല്ലേ? അല്ല. അവര് തമ്മിൽ എങ്ങനെ, നല്ല സ്നേഹത്തിലാണോ? ഇതുവരെയുള്ള എന്റെ നോട്ടത്തില് അവര് തമ്മിൽ നല്ല സ്നേഹത്തിലാ. അച്ഛന്റെ മകൾക്ക് സങ്കടപ്പെടേണ്ടി വരില്ല. ഉറപ്പാണോ? അങ്ങനെ ചോദിച്ചാ ആരുടെ ജീവിതത്തിന് ഒരുറപ്പ് പറയാൻ കഴിയാ? നമ്മൾ സന്തോഷകരമെന്ന് കരുതുന്ന പല ജീവിതങ്ങളും അടുത്തറിയുമ്പോ പൊട്ടിത്തെറിയുടെ വക്കില. പലരും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോവുക. മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, സമൂഹത്തിലെ അന്തസ്സ് നഷ്ടപ്പെടാതിരിക്കാൻ, അങ്ങനെ പലതിനും വേണ്ടി. മോളെ, അതെ അച്ഛാ, പുതിയ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും കല്യാണം എന്ന വാക്കിനോട് തന്നെ ഇഷ്ടമല്ല. ഇപ്പോ ലിവിങ് ടുഗദർ സിസ്റ്റം അല്ലേ? കുറച്ചുനാൾ ഒരുമിച്ച് താമസിക്കുക, ലൈഫ് എൻജോയ് ചെയ്യുക. ഒരുമിച്ച് പോകാൻ പറ്റുന്നില്ല എന്ന് തോന്നുമ്പോ അവരവരുടെ വഴിക്ക് പിരിഞ്ഞു പോവുക, എന്നിട്ട് ഒറ്റയ്ക്ക് ജീവിക്കുക. ഇതൊക്കെയാ പുതിയ കാലം. പക്ഷേ ധനുഷിന്റെയും സ്നേഹയുടെയും കാര്യത്തില് അവരുടെ മനസ്സുകൾ തമ്മിൽ നല്ല അടുപ്പമുണ്ട്. സ്നേഹയെ ധനുഷിന് ജീവന, തിരിച്ച് അവനും അങ്ങനെ തന്നെയാ. അപ്പോ എനിക്ക് ചില തീരുമാനങ്ങൾ എടുക്കാം അല്ലേ? അതില് തെറ്റൊന്നുമില്ല. പക്ഷേ എതിർപ്പുകൾ ഉണ്ടാവും. അവരുടെ ജീവിതത്തിന് ഒരു ഉറപ്പ് കൊടുക്കേണ്ടത് ഒരച്ഛനെന്ന നിലയിൽ എന്റെ കടമയല്ലേ മോളെ? സ്നേഹയും ധനുഷും അവരുടെ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും നെല്ലിശ്ശേരിയിലെ സേതുമാധവന്റെ മകളും ഭർത്താവും അതിന്റെ അന്തസ്സോടെ തന്നെ വേണം ജീവിക്കാൻ. അതിന് പറ്റിയൊരു തീരുമാനം അച്ഛൻ എടുക്കണമെന്ന് തന്നെയാ എന്റെയും അഭിപ്രായം. അച്ഛൻ സമാധാനമായിട്ട് ആലോചിക്കേ, എന്നിട്ടൊരു തീരുമാനത്തിലെത്ത. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.